നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ഒട്ടനവധി ആളുകൾക്ക് ജീവനോപാധികൾ നഷ്ടപ്പെടുകയും ചെയ്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് ചൂരൽമല മുണ്ടക്കയിൽ ഉണ്ടായിട്ടുള്ളത്. സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ സമാനതകളില്ലാത്ത നിലയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് രക്ഷാപ്രവർത്തനം തുടങ്ങി അതിജീവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നത് നമ്മുടെ അനുഭവമാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരെയും ഏകോപിപ്പിച്ചു. സർക്കാർ സംവിധാനത്തെയും രാഷ്ട്രീയ സാമൂഹ്യ യുവജന സംഘടനകളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ഒരുപാട് പേരുടെ ജീവൻ അതിലൂടെ രക്ഷപ്പെടുത്തുവാനും നമ്മുടെ സംവിധാനത്തിൽ സാധിച്ചു എന്നത് നമ്മുടെ അനുഭവമാണ്. തുടർന്ന് ചികിത്സ ഉറപ്പുവരുത്തേണ്ടവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് തുറ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകിക്കൊണ്ട് ഏറ്റവും അടിയന്തരമായി നൽകുന്ന സമാശ്വാസം എന്ന നിലയിൽ 10,000 രൂപ 1000-ലധികം ആളുകൾക്ക് നൽകിക്കൊണ്ട് ഒക്കെയും കേരളത്തിലെ ഗവൺമെന്റ് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ആളുകളൊക്കെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ക്യാമ്പുകളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായും സന്നദ്ധ സംഘടനകളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടും സംഘടിപ്പിക്കുന്ന നിലയുണ്ടായി. പിന്നീട് ആ ക്യാമ്പുകളിലുള്ളവർ ഒട്ടേറെ ദിവസങ്ങൾ അവിടെ തന്നെ താമസിക്കുക എന്ന പരിമിതി പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാസത്തിനിടയിൽ തന്നെ താൽക്കാലിക പുനരധിവാസം എന്ന നിലയിൽ വാടക വീടുകളിലേക്ക് ഗവൺമെന്റ് എല്ലാ ആളുകളെയും മാറ്റുന്ന നിലയുണ്ടായി. 6,000 രൂപ വെച്ച് വാടക ഗവൺമെന്റ് നൽകി. സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റുകൾ 680ഓളം സർട്ടിഫിക്കറ്റുകൾ ഒറ്റ ദിവസം കൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സാഹചര്യമുണ്ടായി. കുട്ടികളുടെ വിദ്യാഭ്യാസം അനന്തമായി നീളാതിരിക്കാൻ വേണ്ടി പരിസര പ്രദേശത്തെ സ്കൂളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്കൂളുകളിലേക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് 8 ലക്ഷം രൂപ വെച്ച് കേരളത്തിലെ ഗവൺമെന്റ് നൽകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് മുന്നോട്ട് പോകാൻ പ്രതിദിനം ഒരു കുടുംബത്തിലെ 2 പേർക്ക് വെച്ച് 300 രൂപ വെച്ച് നൽകുന്ന നിലയിലേക്കുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കേരളത്തിലെ ഗവൺമെന്റ് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് എന്നത് നമ്മുടെ നേരനുഭവമാണ്. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഗവൺമെന്റ് രക്ഷിതാക്കൾ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ ഉറപ്പുവരുത്തുന്ന നിലയിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് FDI ഫിക്സഡ് ഡെപ്പോസിറ്റായി 10 ലക്ഷം രൂപ ഇടുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് അതിന്റെ പലിശ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലുള്ള കരുതൽ കേരളത്തിലെ ഗവൺമെന്റ് നൽകുന്നു. 250ഓളം കുട്ടികൾക്ക് അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ 250 ലാപ്ടോപ്പുകൾ കേരളത്തിലെ ഗവൺമെന്റ് വിതരണം ചെയ്യുന്നു. അങ്ങനെ ഓരോ മേഖലയിലും കരുതലോടുകൂടി ഇടപെട്ടുകൊണ്ട് ദുരന്തബാധിതരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനം കേരളത്തിലെ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും പ്രതിഷേധാർഹം എന്ന് പറയട്ടെ, നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ ദുരന്തബാധിതരോട് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ദുരന്ത ഭൂമിയിലേക്ക് കടന്നു വന്ന് നൈസമോളെ കയ്യിലെടുത്തു. നൈസമോളുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിനു മുമ്പിൽ ഏറ്റവും കാരുണ്യവാനായ പ്രധാനമന്ത്രിയാണ് എന്ന് വരുത്തി തീർക്കുന്ന നിലയിൽ ചിത്രങ്ങളും വീഡിയോകളും പ്രദർശിപ്പിച്ചതല്ലാതെ ഒരു നയാ പൈസ പോലും ഈ ദുരന്തം അഭിമുഖീകരിക്കുന്ന നൈസമോൾ ഉൾപ്പെടെയുള്ള ദുരന്തബാധിതർക്ക് വേണ്ടി നൽകാൻ വേണ്ടി കേന്ദ്രം തയ്യാറായില്ല. എത്രമാത്രം വിവേചനപരമായിട്ടാണ് കേന്ദ്രം പെരുമാറുന്നത് എന്നത് ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തതയുള്ളതാണ്. ഈ ദുരന്തത്തിന് ശേഷമുണ്ടായ ആന്ധ്രയിലെയും തെലങ്കാനയിലെയും ദുരന്തത്തിൽ 37 പേർ മരിച്ചപ്പോ അവിടെ നൽകിയത് 3,448 കോടി രൂപയാണ്. 7 ദിവസം കൊണ്ടാണ് ത്രിപുരയ്ക്ക് 40 കോടി രൂപ കേന്ദ്രം നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ 7 മാസം പിന്നിട്ടിട്ടും 300 പേർ മരിച്ച ഈ ദുരന്തമുഖത്ത് ഒരു നയാ പൈസ പോലും നൽകാൻ വേണ്ടി കേന്ദ്രം തയ്യാറായില്ല എന്നത് എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ് കേരളത്തോട് കേന്ദ്രം പെരുമാറുന്നത് എന്നതിന് തെളിവാണ്. അതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഈ ദുരന്തത്തെ അതിജീവിക്കുന്ന പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റ് നേരിടേണ്ടി വന്നു. എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ പുനരധിവാസത്തിന് ആവശ്യമായ ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ എസ്റ്റേറ്റിന്റെ ഉടമകൾ കോടതിയെ സമീപിച്ചുകൊണ്ട് അതിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ കോടതിയിൽ ഉൾപ്പെടെ വളരെ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് അത്തരം ടൗൺഷിപ്പിന് ആവശ്യമായ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ ആവശ്യമായ പ്രവർത്തനവും കേരളത്തിലെ ഗവൺമെന്റിന് നടത്താൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടൊരു കാര്യം, ഇങ്ങനെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷം UDF അങ്ങേയറ്റം നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയാണ്. നിരന്തരമായി ഇടപെടലിന്റെ ഭാഗമായി L3 ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്തെ MP മാർക്കെല്ലാം 1 കോടി രൂപ വരെ MP ഫണ്ടിൽ നിന്നും നീക്കിവെക്കാൻ വേണ്ടി കഴിയും.
എന്നാൽ വയനാടിന്റെ MP ഒരു നയാ പൈസ പോലും നീക്കി വെക്കാൻ വേണ്ടി തയ്യാറായില്ല. കേരളത്തിലെ UDFന്റെ മഹാഭൂരിപക്ഷം വരുന്നത് UDFന്റെ MP-മാരാണ്. എന്നാൽ 2 MP-മാർ മാത്രമാണ് കേരളത്തിലെ UDFന്റെ MP-മാരിൽ നിന്നും പണം നീക്കിവെക്കാൻ തയ്യാറായത്. നിയമപരമായി നീക്കിവെക്കാൻ കഴിയുന്ന തുക പോലും നൽകാൻ വേണ്ടി UDFന്റെ MP-മാർ പോലും തയ്യാറാകുന്നില്ല. വയനാട് MP പോലും തയ്യാറാക്കുന്നില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള MP-മാർ 25 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ MP ഫണ്ടിൽ നിന്നും നീക്കിവെച്ചിരിക്കുന്നു. ഇടതുപക്ഷം എത്രമാത്രം ഈ ദുരന്തബാധിതരോട് ചേർന്ന് നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇടതുപക്ഷ MP-മാർ സ്വീകരിച്ച ഈ നിലപാട്. വയനാട് MP എന്തുകൊണ്ടാണ് ഈ ഫണ്ടിൽ നിന്നും ഈ തുക മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറാവാത്തത്? ദുരന്തബാധിതരോട് യാതൊരു ബാധ്യതയുമില്ലാത്തവരായി UDF മാറുകയാണ്. എന്നാൽ ഇത്തരത്തിലെല്ലാം കേരളത്തിലെ UDF-ഉം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുമെല്ലാം ദുരന്തബാധിത അതിജീവന പ്രവർത്തനത്തിനെതിരായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ്, എല്ലാ സൗകര്യങ്ങളും കൂടിയ ടൗൺഷിപ്പ്, വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സ്കൂള്, ആരോഗ്യ സ്ഥാപനം, അതുപോലെ തന്നെ ലൈബ്രറി, മൈതാനം, പൊതു ഇടങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള അത്യാധുനിക രൂപത്തിലുള്ള ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രൂപത്തിലുള്ള ടൗൺഷിപ്പിന് വിഭാവനം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആ ടൗൺഷിപ്പ് പ്രവർത്തനം ഏറ്റവും ഗൗരവമായ പ്രവർത്തനമായി കേരളത്തിലെ ഗവൺമെന്റ് കാണുന്നു. അതിന് തറക്കല്ലിട്ടുകൊണ്ട് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. ആ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ടൗൺഷിപ്പിന് തറക്കല്ലിടുന്ന പ്രവർത്തനം കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ 27-ാം തീയതി നിർവഹിക്കുകയാണ്. ആ തറക്കല്ലുകൾ ചടങ്ങിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എത്തിച്ചേരണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ദുരന്തബാധിത ചേർത്ത് നിൽക്കുന്ന ഗവൺമെന്റിനുള്ള ഐക്യദാർഢ്യമായി ഈ പരിപാടി മാറ്റുന്നതിനു വേണ്ടി എല്ലാവരും അണിനിരക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.